ഈ ചരിത്രരേഖകളിലൂടെയുള്ള നമ്മുടെ ഡീപ്പ് ഡൈവിന്റെ രണ്ടാം ഭാഗത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം. യാതൊരു വിധത്തിലുള്ള നീണ്ട മുഖവുരകളും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് നേരെ ഇന്നത്തെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. തീർച്ചയായും. കഴിഞ്ഞ തവണ നമ്മൾ കണ്ട പ്രാരംഭ നീക്കങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ രാജ്യത്തെ എങ്ങനെ ഇത്രയും ചിട്ടയുള്ള ഒന്നാക്കി മാറ്റിയെന്നാണ് നോക്കുന്നത്. അദ്ദേഹം നേരിട്ട് നടത്തിയ ചില പ്രധാന നീക്കങ്ങളും പിന്നെ തിരുവിതാംകൂർ എന്ന രാജ്യത്തിന്റെ പൊതുവായ ചില സവിശേഷതകളും. ഇതൊരു വല്ലാത്ത ട്രാൻസ്ഫോർമേഷനാണ്. കാരണം വെറുമൊരു പോരാളി എന്നതിനപ്പുറം വളരെ കൃത്യമായ കണക്ക് കൂട്ടലുകളുള്ള, അതായത് ഒരു സിഇഒയെയാണ് ഈ രേഖകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കേവലം വാളെടുക്കുന്നതിനപ്പുറം ബുദ്ധിപരമായ നീക്കങ്ങളാണ് ഒരു വലിയ സാമ്രാജ്യത്തെ സൃഷ്ടിക്കുന്നത് എന്ന് ഈ ചരിത്രം നിങ്ങളെ ബോധ്യപ്പെടുത്തും. ആ ഒരു സിഇഒയുടെ ബുദ്ധി, അത് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് 1740 ആ സംഭവമാണ്. ആർക്കാട്ട് നവാബിന്റെ വിഷയം. അതെ, ആർക്കാട്ട് നവാബിന്റെ ബന്ധുക്കളായ ചന്ദാ സാഹിബും ഭടാ സാഹിബും വലിയ സൈന്യവുമായി നാഗർകോവിൽ, ശുചീന്ദ്രം, കോട്ടാറൊക്കെ ആക്രമിക്കാൻ വരുന്നു. അവിടെ മാർത്താണ്ഡവർമ്മ എന്താണ് ചെയ്തത്? യുദ്ധത്തിന് പോകുന്നതിന് പകരം തന്റെ വിശ്വസ്തനായ രാമയ്യനെ വിട്ട് അവർക്ക് വലിയൊരു തുക കൊടുത്ത് തിരിച്ചയക്കുകയാണ്. അതെ, ഇതൊരു ഭീരുത്വമായിട്ടാണോ നമ്മൾ കാണേണ്ടത്? അതായത് ശത്രുവിനെ പണം കൊടുത്ത് മടക്കി അയക്കുന്നത് ഒരു യുദ്ധതന്ത്രമാണോ? ഒറ്റനോട്ടത്തിൽ ആർക്കും അങ്ങനെ തോന്നാം. പക്ഷേ അതൊരു ഗംഭീര നയതന്ത്രമായിരുന്നു. ആർക്കാട്ട് നവാബിന്റെ സൈന്യമെന്ന് പറഞ്ഞാൽ അന്ന് വളരെ വലുതാണ്. അവരോട് നേരിട്ട് ഏറ്റുമുട്ടിയാൽ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരും. അനാവശ്യമായ വലിയ നാശനഷ്ടങ്ങളുണ്ടാകും. കൃത്യം. അപ്പൊ തൽക്കാലം പണം കൊടുത്ത് അവരെ മടക്കി അയക്കുക. ആ കിട്ടുന്ന സമയം കൊണ്ട് സ്വന്തം സൈനിക ശക്തി വർദ്ധിപ്പിക്കുക. 1732 തൃശ്ശിനാപ്പള്ളി ഗവർണർ മുതിയമിയെ കളക്കാട് പിടിച്ചപ്പോഴും ഇതേ തന്ത്രം തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എപ്പോഴൊഴിഞ്ഞു മാറണം എന്ന് തീരുമാനിക്കുന്നത് ദീർഘവീക്ഷണമാണ്. അപ്പൊ അദ്ദേഹം എപ്പോഴും പണം കൊടുത്ത് ഒഴിഞ്ഞുമാറുന്ന ഒരു രീതിയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ വലിയൊരു സൈന്യത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അല്ലല്ല, അവിടെയാണ് ഈ മാറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നയം അദ്ദേഹം എപ്പോഴും തുടർന്നിട്ടില്ല. കർണാട്ടിക് നവാബായ മുഹമ്മദ് അലി തന്റെ സ്വന്തം സഹോദരൻ മഹഫ്സ് ഖാനെ മുദേമിയയുടെ സ്ഥാനത്ത് കൊണ്ടുവന്നതോടെ കാര്യങ്ങൾ മാറി. അപ്പോ അധികാരത്തിൽ നിന്ന് പുറത്തായ മുദേമിയ നേരെ തിരുവിതാംകൂറിൽ വന്ന് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ മാർത്താണ്ഡവർമ്മയെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോഴേക്കും തിരുവിതാംകൂർ സൈന്യം വളരെ ശക്തമായി കഴിഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം ഒഴിഞ്ഞുമാറാൻ നിന്നില്ല അല്ലേ? തീർച്ചയായുമില്ല. മഹഫ്സ് ഖാനെ യുദ്ധത്തിൽ നേരിട്ട് തോൽപ്പിച്ച് കളക്കാടും ചുറ്റുമുള്ള പ്രദേശങ്ങളും അദ്ദേഹം അങ്ങ് തിരിച്ചുപിടിച്ചു. സ്വന്തം ശക്തിയെക്കുറിച്ചും ശത്രുവിന്റെ ദൗർബല്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എപ്പോൾ സന്ധി ചെയ്യണം, എപ്പോൾ ആക്രമിക്കണം എന്നുള്ള ആ ഒരു ക്ലിയർ വിഷൻ. ഇനി നമ്മൾ ഈ സ്രോതസ്സുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ലോകചരിത്രത്തിൽ തന്നെ അപൂർവമായൊരു സംഭവത്തിലേക്ക് വരികയാണ്. 1750 ജനുവരി 3 നടന്ന ആ സംഭവം, തൃപ്പടിദാനം. അതെ, ഇത്രയും കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തുണ്ടാക്കിയ ഒരു രാജ്യം മുഴുവൻ അദ്ദേഹം തന്റെ കുലദൈവമായ ശ്രീപത്മനാഭന് സമർപ്പിക്കുകയാണ്. സ്വന്തം പേരിൽ വെക്കാതെ ഒരു ദേവന് രാജ്യം സമർപ്പിക്കുക എന്നത് വളരെ വിചിത്രമായൊരു തീരുമാനമല്ലേ? ഇതിനു പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്തായിരുന്നു? ഇതൊരു തികഞ്ഞ ഭക്തിയുടെ പ്രകടനമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ഇതിന്റെ പൊളിറ്റിക്കൽ സൈഡ് വളരെ വലുതാണ്. രാജ്യം ദേവന് സമർപ്പിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. താനും തന്റെ പിൻഗാമികളും ശ്രീ പത്മനാഭദാസൻ എന്ന നിലയ്ക്ക് ഭരിക്കുമെന്നല്ലേ അദ്ദേഹം പ്രഖ്യാപിച്ചത്? അതായത് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ഭരണം നടത്തും. ഇതിന്റെ പ്രായോഗികമായ ഗുണമെന്തായിരുന്നു? വളരെ ലളിതമാണ്. രാജാവിനെതിരെയുള്ള ഏത് കലാപവും അതോടെ ദൈവത്തിനെതിരെയുള്ള കലാപമായി മാറി. അക്കാലത്തെ വളരെ മതവിശ്വാസികളായ ജനങ്ങൾക്ക് ദൈവത്തെ ധിക്കരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോ സിംഹാസനം ഭദ്രമാക്കാനുള്ള വലിയൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയായിരുന്നു അതല്ലേ? അവസാനത്തെ രാജാവായ ചിത്തിര തിരുനാൾ വരെ ഈ ശ്രീ പത്മനാഭദാസൻ എന്ന പദവി ഉപയോഗിച്ചു എന്നത് തന്നെ ഇതിന്റെ ഇമ്പാക്റ്റ് കാണിക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പോ രാജ്യം ആത്മീയമായി സുരക്ഷിതമാക്കി. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ സാമ്പത്തിക അടിത്തറ വേണമല്ലോ. അതിനായി അദ്ദേഹം ആദ്യം ചെയ്തത് മല്ലൻ ശങ്കരനെ നിയോഗിച്ചു നടത്തിയ കണ്ടെടുത്താണ്. അതായത് ഭൂസർവേ, ഇന്നത്തെ കാലത്തെ ആധുനിക ഭൂനികുതി വ്യവസ്ഥയുടെ ഒരു തുടക്കം. അതെ, ഭൂമി കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തുക, വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക
എന്നിങ്ങനെ കൃത്യമായി 4 തിരിച്ചു. പണ്ടാരവക എന്ന് പറയുന്നത് സർക്കാരിന്റെ സ്വന്തം ഭൂമി. അതെ. എന്നിട്ട് കരം, അതായത് നികുതി പുതുക്കി നിശ്ചയിച്ചു. അതുമാത്രമല്ല, ഭൂവുടമകൾക്ക് ആ ഭൂമിക്കുമേലുള്ള അവകാശം വ്യക്തമാക്കുന്ന പട്ടയം നൽകുന്ന രീതിയും അദ്ദേഹം ആരംഭിച്ചു. അപ്പോൾ കൃത്യമായൊരു റവന്യൂ സിസ്റ്റം അവിടെ ഉണ്ടായി. ഇതിനു പുറമെ അദ്ദേഹം വാണിജ്യരംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. മാവേലിക്കരയായിരുന്നു അന്ന് വ്യാപാര ഭരണത്തിന്റെ ആസ്ഥാനം. ശരിയാണ്. അവിടെ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യം പുകയില, കുരുമുളക്, അടയ്ക്ക, അതുപോലെ ഉപ്പ്, ഇതിന്റെയൊക്കെ വ്യാപാരം പൂർണ്ണമായും ദേശസാൽക്കരിച്ചു എന്നതാണ്. സർക്കാരിന്റെ കുത്തകാവകാശമാക്കി മാറ്റി. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി. അതെ. ഈ കുത്തകവൽക്കരണം വഴി വിദേശ വ്യാപാരികളിൽ നിന്നടക്കം വലിയ തോതിൽ പണം സർക്കാരിന്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്തി. എന്നാൽ ഈ പണം വെറുതെ തോന്നുംപടി ചിലവാക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത്. അവിടെയാണ് പതിവ് കണക്ക് എന്ന സമ്പ്രദായം വരുന്നത്. എനിക്ക് ഈ സ്രോതസ്സുകളിൽ ഏറ്റവും അത്ഭുതം തോന്നിയൊരു കാര്യം ഇതാണ്. 18-ാം നൂറ്റാണ്ടിൽ ഒരു രാജാവ് കൃത്യമായ വാർഷിക ബജറ്റ് തയ്യാറാക്കി രാജ്യം ഭരിക്കുക. അതൊരു വലിയ സംഭവമാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു പാഠപുസ്തകമാണ് ആ പതിവ് കണക്ക്. ദേവസ്വം, കൊട്ടാരം, സൈന്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകം തുക അദ്ദേഹം മുൻകൂട്ടി നീക്കിവെച്ചു. വരവും ചിലവും മുൻകൂട്ടി കണ്ട് പദ്ധതികൾ തയ്യാറാക്കുന്ന ഈ രീതി അഴിമതി കുറയ്ക്കാനും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാനും വലിയ രീതിയിൽ സഹായിച്ചു. ഈ സാമ്പത്തിക മാറ്റങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രാദേശിക ഭരണത്തിലും അദ്ദേഹം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭരണസൗകര്യത്തിനായി രാജ്യത്തെ പകുതികളായും മണ്ഡപത്തും വാതുക്കളായും തിരിച്ചു. ഇപ്പോഴത്തെ വില്ലേജുകളെയാണ് അന്ന് പകുതികളെന്ന് വിളിച്ചിരുന്നത്. പാർവത്തികാരൻ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു അതിന്റെ ചുമതല. അതുപോലെ ഇന്നത്തെ താലൂക്കുകളാണ് മണ്ഡപത്തും വാതുക്കൾ. അവിടെ കാര്യക്കാരൻ അല്ലെങ്കിൽ തഹസീൽദാർ എന്ന ഉദ്യോഗസ്ഥനും. കൃത്യം. അധികാര വികേന്ദ്രീകരണമെന്ന് തന്നെ നമുക്ക് പറയാം. വെറുതെ ഭരണം നടത്തുക മാത്രമല്ല, കാർഷിക വികസനത്തിലും അദ്ദേഹം ശ്രദ്ധിച്ചു. അതെ, കാർഷിക വികസനത്തിനായി പുത്തനണ, പൊന്മണയണ തുടങ്ങിയ അണക്കെട്ടുകൾ നിർമ്മിച്ചു. ജലസേചനത്തിനായി തോടുകളും ഗതാഗതത്തിനായി റോഡുകളും നിർമ്മിച്ചുവെന്ന് ഈ രേഖകളിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇതൊന്നും അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തതല്ല. വിശ്വസ്തരായ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. രാമയ്യൻ, അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള തുടങ്ങിയ സമർത്ഥരായ വ്യക്തികളുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭരണത്തിലും സൈനിക നീക്കങ്ങളിലും അവർ രാജാവിന്റെ വലം കൈയും ഇടം കൈയുമായി പ്രവർത്തിച്ചു. സൈന്യത്തിന്റെ കാര്യം പറയുമ്പോൾ തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ രീതിയിൽ പരിശീലിപ്പിച്ച ഡിലന്നോയെക്കുറിച്ചിതിൽ പറയുന്നുണ്ടല്ലോ. ഒരു ഡച്ച് സൈനികൻ എങ്ങനെയാണ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ പരിശീലകനാകുന്നത്? അവിടെയാണ് ശത്രുവിനെ മിത്രമാക്കുന്ന മറ്റൊരു ബുദ്ധി നമ്മൾ കാണുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട് തടവുകാരനായി പിടിക്കപ്പെട്ട ആളാണ് ഡിലനോയ്. അദ്ദേഹത്തെ വധിക്കുന്നതിനു പകരം അദ്ദേഹത്തിന്റെ ആ ഒരു സൈനിക പരിജ്ഞാനം രാജ്യത്തിനായി ഉപയോഗിക്കാൻ മാർത്താണ്ഡവർമ്മ തീരുമാനിച്ചു. അങ്ങനെ ഡിലനോയ് തിരുവിതാംകൂർ സൈന്യത്തിന് യൂറോപ്യൻ രീതിയിൽ പരിശീലനം നൽകി പുതിയ തോക്കുകളും പീരങ്കികളുമൊക്കെ ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കി. അതെ. അതോടെ തിരുവിതാംകൂർ സൈന്യം ഒരു ആധുനിക പോരാട്ട സംഘമായി മാറി. രാജ്യസുരക്ഷയ്ക്കായി പത്മനാഭപുരം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ കോട്ടകൾ നിർമ്മിക്കാനും ഡിലനോയ് വലിയ പങ്ക് വഹിച്ചു. ഇത്രയധികം യുദ്ധങ്ങളും ഭരണപരിഷ്കാരങ്ങളുമൊക്കെ നടത്തുമ്പോഴും കലയുടെയും വാസ്തുവിദ്യയുടെയും കാര്യത്തിൽ അദ്ദേഹം ഒട്ടും പുറകിലായിരുന്നില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 5-ാം നില വരെയുള്ള കിഴക്കേ ഗോപുരം പൂർത്തിയാക്കിയതും സ്വർണ്ണക്കൊടിമരം സ്ഥാപിച്ചതും അദ്ദേഹമാണ്. നിർമ്മാണം മാത്രമല്ല, ഭദ്രദീപം, മുറജപം പോലെയുള്ള ഹൈന്ദവ ചടങ്ങുകളും അദ്ദേഹം ആരംഭിച്ചു. ഇതൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ തലസ്ഥാനത്ത് ഒന്നിച്ചു കൂട്ടാനുള്ള ഒരു വേദി കൂടിയായിരുന്നു. വാസ്തുവിദ്യയിൽ നോക്കിയാൽ പത്മനാഭപുരം കൊട്ടാരം പുതുക്കി പണിതു. അവിടെയുള്ള ഒറ്റക്കൽ നവരാത്രി മണ്ഡപം ഇന്നും വലിയൊരു വിസ്മയമാണ്. അതുപോലെ കൃഷ്ണപുരം കൊട്ടാരം പണിതതും അവിടുത്തെ ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രവുമൊക്കെ ഈ കലയോടുള്ള താൽപ്പര്യത്തിന്റെ ഉദാഹരണങ്ങളാണ്. രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ വലിയ കവികളും അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്നു. ഒരു സമഗ്രമായ സംസ്കാരത്തെ അദ്ദേഹം വാർത്തെടുത്തു എന്ന് തന്നെ പറയാം. അതെ, മാർത്താണ്ഡവർമ്മ നേരിട്ട് നടത്തിയ പ്രധാന ഇടപെടലുകൾ നമ്മൾ വിശദമായി കണ്ടുകഴിഞ്ഞു. ഇനി ഈ ഡീപ് ഡൈവിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ചില പൊതുവായ കാര്യങ്ങളാണ്. കേൾക്കുന്ന നിങ്ങൾക്ക് കുറച്ചുകൂടി കൗതുകം നൽകുന്ന വിവരങ്ങളാണിത്. തീർച്ചയായും. തിരുവിതാംകൂർ ഒരു പരമാധികാര രാജ്യമായി മാറുന്നതിന്റെ അടയാളങ്ങൾ ഈ വിവരങ്ങളിൽ കാണാം. രാജാവ് ജനങ്ങൾക്ക് നൽകിയിരുന്ന പദവികൾ തന്നെ നോക്കൂ.
ചെമ്പകരാമൻ, തമ്പി, തങ്കച്ചി, അനന്തപത്മനാഭൻ, അനന്തപത്മനാഭൻ മൂപ്പൻ, അനന്തപത്മനാഭൻ മാണിക്യം, റാവുത്തർ, തരകൻ, പണിക്കർ, ഈ പേരുകൾക്കൊക്കെ വലിയൊരു ഗാംഭീര്യമില്ലേ? സമൂഹത്തിലെ ഉന്നതരെ സർക്കാരിനോട് ചേർത്ത് നിർത്താനുള്ള ഒരു മികച്ച വഴിയായിരുന്നു ഇത്. അതെ. ഇനി കിരീടധാരണ ചടങ്ങുകളുടെ കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഹിരണ്യഗർഭം എന്ന ചടങ്ങിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ വായിച്ചപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടോന്നാണത്. പഞ്ചഗവ്യമെന്ന പാൽ മിശ്രിതം ഉപയോഗിച്ച് ചെയ്യുന്ന ആ ചടങ്ങല്ലേ? അതെ. പ്രതീകാത്മകമായി ഒരു സ്വർണപാത്രത്തിൽ പ്രവേശിച്ച് രാജാവ് പുതിയൊരു വ്യക്തിയായി, അതായത് കൂടുതൽ പവിത്രനായൊരു ഭരണാധികാരിയായി പുനർജനിക്കുന്നുവെന്നാണിതിന്റെ അർത്ഥം. രാജാവിന്റെ പദവി ദൈവീക തലത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അധികാരത്തിന് എത്രത്തോളം പവിത്രതയാണ് അവർ കൽപ്പിച്ചിരുന്നതെന്ന്. അതുപോലെ രണ്ടാമത്തെ പ്രധാന ചടങ്ങാണ് തുലാപുരുഷദാനം. രാജാവിനെ ഒരു വലിയ ത്രാസിലിരുത്തി തുല്യമായ സ്വർണ്ണനാണയങ്ങൾ വെച്ച് അത് മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്ന ചടങ്ങ്. വലിയൊരു സമ്പന്നതയുടെ പ്രദർശനം കൂടിയായിരുന്നു അത്. അതെ അതെ. ഇതൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ രാജാവിന്റെ സമ്പത്തും ഭക്തിയും പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളായിരുന്നു. ഇനി രാജ്യത്തിന്റെ ചിഹ്നങ്ങളെക്കുറിച്ചും ഗാനങ്ങളെക്കുറിച്ചും നോക്കാം. വഞ്ചീശമംഗളം എന്നതായിരുന്നു അവരുടെ ഔദ്യോഗിക ദേശഭക്തിഗാനം. ധർമ്മോസ്മദ് കുലദൈവതം, അതായത് ധർമ്മമാണ് ഞങ്ങളുടെ കുലദൈവം എന്ന ആപ്തവാക്യവും അവർക്കുണ്ടായിരുന്നു. ഔദ്യോഗിക ചിഹ്നം ശംഖായിരുന്നു. രാജാവിനെ വഞ്ചിഭൂപതി എന്നും വിശേഷിപ്പിച്ചിരുന്നു. ആസ്ഥാനകവി കൃഷ്ണശർമ്മയായിരുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് സാംസ്കാരികമായി അവരെത്രത്തോളം സംഘടിതരായിരുന്നു എന്നാണ്. ഭരണസംവിധാനത്തിലെ ആളുകളുടെ കാര്യമെടുത്താൽ ആദ്യത്തെ ദളവ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അറുമുഖം പിള്ളയായിരുന്നു. മാവേലിക്കരയായിരുന്നു ഹെഡ് ഓഫീസ്. പിന്നെ താണുപിള്ള വന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ രാമയ്യനും ദളവയായി ചുമതലയേറ്റു. സൈന്യത്തിന്റെ കാര്യമെടുത്താൽ ആദ്യത്തെ സർവ്വസൈന്യാധിപൻ കുമാരസ്വാമി പിള്ളയായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം അവിടുത്തെ വാണിജ്യമന്ത്രിയുടെ പേരാണ്. മുളക് മടിശ്ശിര കാര്യകർ. അന്ന് കുരുമുളകിനു വേണ്ടി മാത്രമൊരു മന്ത്രി. ആദ്യത്തെ മുളകു മടിശ്ശില കാര്യകർ പോക്ക് മൂസ എന്ന വ്യക്തിയായിരുന്നു. കുരുമുളക് എന്ന് പറഞ്ഞ അന്ന് കറുത്ത പൊന്നാണ്. വിദേശ നാണയം നേടിത്തരുന്ന ഏറ്റവും വലിയ സ്രോതസ്. അതുകൊണ്ടാണ് അതിനുവേണ്ടി മാത്രം ഒരു മന്ത്രിയെ വെച്ചത്. ഇനി കന്യാകുമാരി ജില്ലയിലെ നാഞ്ചിനാട് അന്ന് തിരുവനന്തപുരത്തിന്റെ നെല്ലറ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഭരണസൗകര്യത്തിനായി സ്വന്തമായി ഒരു തപാൽ സംവിധാനവും അവർക്കുണ്ടായിരുന്നു. അഞ്ചൽ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. സൈന്യത്തിന്റെ പേര് നായർ ബ്രിഗേഡ് എന്നും. ഇതിലെല്ലാം ഉപരി അവർക്ക് സ്വന്തമായി സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് വലിയ കാര്യം. അനന്തരായൻ പണം, അനന്തവരാഹം എന്നീ സ്വർണ്ണനാണയങ്ങൾ. സ്വന്തമായി കറൻസി അടിച്ചിറക്കുക എന്നത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണല്ലോ. തീർച്ചയായും. ഈ ചിട്ടയായ സംവിധാനങ്ങൾ പിന്നീട് വലിയ ചരിത്രമായി. സാഹിത്യ സൃഷ്ടികൾക്കും ഇത് വിഷയമായിട്ടുണ്ട്. സി.വി. രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവൽ ഇതിനൊരു ഉദാഹരണമാണ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലും പിന്നെ ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ സാഹിത്യകൃതിയും അതാണല്ലോ. ഈ ചരിത്രം എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്നതിന്റെ തെളിവാണത്. നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ മുഴുവനൊന്ന് വിലയിരുത്തിയാൽ വെറുമൊരു നാട്ടുരാജ്യത്തെ സാമ്പത്തികമായും ഭരണപരമായും ഒരു ആധുനിക രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ശരിയായ ആളുകളെ കൂടെ നിർത്തുന്നതും വ്യക്തമായ ആസൂത്രണം നടത്തുന്നതുമൊക്കെ നിങ്ങളും ജീവിതത്തിൽ ഓർക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായും. ഈ രേഖകളിലൂടെയുള്ള നമ്മുടെ അനാലിസിസ് നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ നൽകി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് കേൾക്കുന്ന നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായി ഒരു കാര്യം കൂടി ഞാൻ വിട്ടുതരികയാണ്. 18-ാം നൂറ്റാണ്ടിൽ അധികാരവും സമ്പത്തും കേന്ദ്രീകരിക്കാൻ ഈ ഭരണാധികാരി ഉപയോഗിച്ച തന്ത്രങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു വശത്ത് വാണിജ്യരംഗത്തെ പൂർണ്ണമായ കുത്തകവൽക്കരണം, പിന്നെ മറുവശത്തു നോക്കിയാൽ തൃപ്പടിദാനം പോലെയുള്ള മതപരമായ സമർപ്പണത്തിലൂടെ ഭരണത്തിന് ഒരു ദൈവിക പരിവേഷം നൽകൽ. വളരെ കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു അത്. അതെ. അധികാരമുറപ്പിക്കാൻ ഉപയോഗിച്ച ഈയൊരു ഇരട്ട തന്ത്രം ഇന്നത്തെ കാലത്തെ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതിയോടോ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങളോടോ എത്രത്തോളം സാമ്യമുള്ളതാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അന്നുപയോഗിച്ചത് വാളും കുരുമുളകുമാണെങ്കിൽ ഇന്നുപയോഗിക്കുന്നത് ചിലപ്പോൾ ഡേറ്റയും അൽഗോരിതവും ഒക്കെ ആയിരിക്കാം. ശരിയാണ്. പക്ഷേ അധികാരം നിലനിർത്താനുള്ള അടിസ്ഥാന തന്ത്രങ്ങൾക്ക് വല്ല മാറ്റവുമുണ്ടോ?
നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്കും അന്വേഷണങ്ങൾക്കുമായി ആ ചോദ്യം വിട്ടു നൽകുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.